എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മളുടെ മോർണിംഗ് യോഗ റൂട്ടീൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൈറ്റിലോ ഒന്നും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു രാവിലെ എണീറ്റിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില സ്ട്രെച്ചസ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്ന പ്രാണായാമം അതുപോലെ എല്ലാം അവർ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതെല്ലാം ബോറടിച്ചു ചെയ്ത് അപ്പോൾ അതുകൊണ്ടൊരു പുതിയൊരു റുട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഞാനിന്നൊരു യോഗ മാറ്റ് പോലും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു മണ്ണുമായിട്ടുള്ള ഒരു സ്പർശം, അതുപോലെ തന്നെ നല്ല ഏർലി മോർണിംഗിലുള്ള ഈ നല്ലൊരു ശുദ്ധവായു. അപ്പോൾ നമ്മളൊരു ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് എന്ന് പലർക്കും അറിയാറില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു ആംബിയൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നടു നിവർത്തി നമ്മുടെ സൂക്ഷ്മ വ്യായാമങ്ങളായ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് തൊട്ട് കുറച്ച് ലൈറ്റായിട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സ്ട്രെച്ചിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളുടെ ഹെഡ് ആൻഡ് നെക്ക് അപ്പ് ആൻഡ് ഡൗൺ, സൈഡിലേക്ക്, ഇനി നമ്മുടെ കഴുത്തിൻ്റെ റേഞ്ച് അറിയാനായിട്ട് നമ്മൾ തിരിഞ്ഞിങ്ങനെ രണ്ട് സൈഡിലേക്കും എബവ് ഷോൾഡർ ജോയിന്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ശേഷം റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ സെമി സർക്കിൾസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ. ഷോൾഡർ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. കൈയുടെ റിസ്റ്റ്, ഫിംഗേഴ്സ്. അതിനുശേഷം ഇടത് കൈ നമ്മുടെ വലത് കാലിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ സൈഡ് ഒന്നുകൂടി. ഈ വജ്രാസനത്തിൽ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ തന്നെ നമ്മളുടെ രാവിലെ തന്നെ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും വളരെ നല്ലൊരു പൊസിഷനാണ് വജ്രാസനം. അപ്പം നടു നിവർത്തി ഇതുപോലെ നമ്മളുടെ ദിവസം തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ വളരെ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കണേ, അതുപോലെ തന്നെ ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഞാൻ എൻ്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലേക്കോ ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. വളരെ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാവരോടും പെരുമാറാനായിട്ട് ശ്രമിക്കും. ഇന്ന് ഞാൻ ദേഷ്യപ്പെടില്ല, അതുപോലെ തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും എന്നിങ്ങനെ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് മന്ത്രാസ് നിങ്ങളോട് തന്നെ പറയുക. അതിനുശേഷം നമുക്ക് വളരെ സാവധാനം നമ്മളൊരു 4 കാലിലേക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ നടു ഒന്ന് വളരെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തിക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ബാക്ക് ഇങ്ങനെ ഉയർത്തി കുറച്ച് നേരം ഇതുപോലെ ഹോൾഡ് ചെയ്യുക. തല ഉയർത്തി സ്പൈൻ താഴ്ത്തിക്കൊണ്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വൺ ഓഫ് ദി ബെസ്റ്റ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണിത്. ക്യാറ്റ് ആൻഡ് ക്യാമൽ. ക്യാമലിനെ പോലെ ഇതുപോലെ ബാക്ക് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട്, അതായത് നമ്മളെപ്പോഴും മുഖം ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഇതേപോലെ 2 തവണ കൂടി ചെയ്യും. One more last time.
ശേഷം തിരിച്ചു വരിക. ഇനി നമ്മൾക്ക് ഭുജംഗാസനത്തിലേക്ക് പോവാം. വളരെ സാവധാനം ഇതേപോലെ തന്നെ കൈകൾ വച്ചിട്ട് കാലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെറുപ്പകാലത്തിലേക്കൊക്കെ തിരിച്ചു പോയാലോ തോന്നി. ഈ മണ്ണിലൊക്കെ കളിക്കുന്ന ആ ഒരു സമയമൊക്കെ നമ്മൾ ഓർക്കും. നല്ല രസമുണ്ട്. ഈ കൈയും കാലൊക്കെ മണ്ണിൽ പതിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ്. അപ്പം മാറ്റൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് പുല്ലിലോ മണ്ണിലോ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വളരെ സാവധാനം ഒരു റിലാക്സിങ് പൊസിഷനിലേക്ക് വരിക. വീണ്ടും നമുക്ക് ഭുജംഗാസനത്തിലേക്ക് ഒന്നുകൂടി പോവാം. ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് 2 തവണ കൂടി ചെയ്യാം. സ്ട്രെച്ച്, ഇൻഹേൽ, എക്സേൽ ആൻഡ് റിലാക്സ്. സ്ട്രെച്ച്, ഇൻഹേൽ, എക്സേൽ ആൻഡ് റിലാക്സ്. ശേഷം വളരെ സാവധാനം നമ്മുടെ വജ്രാസനത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് അതൊക്കെ ഒന്നുകൂടി നമ്മളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇത്രയും ഭാഗത്തുള്ള ഒരു ചെസ്റ്റ് ഓപ്പണിങ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുണ്ടായ സ്ട്രെച്ച്, അതൊക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു നമ്മൾ യൂഷ്വലി പ്രാണായാമം ചെയ്യുമ്പോൾ ഇതേപോലെ മൂക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേറൊരു മൂവ്മെൻറ്റ് വിത്ത് ബ്രീത്തിങ് നമുക്ക് ചെയ്യാം. അതായത് നമ്മളുടെ ചെസ്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അത് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കൈ ക്രോസ് ചെയ്ത് പിടിച്ച് ഇൻഹേൽ, ഓപ്പൺ, എക്സേൽ, ക്ലോസ്. എത്ര നിങ്ങൾക്ക് താഴ്ന്നു വരാമോ അത്രയും നല്ലതാണ്. ഒന്നുകൂടി എക്സേൽ. നന്നായിട്ട് ആ ബാക്കിൽ ആ ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇന്ന് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു റൂമിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്നേക്കാളും ഒരു 10 ഇരട്ടി എനിക്ക് ഭയങ്കര ഒരു സുഖം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു കടലിനെ നോക്കിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നമുക്ക് ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത്രയും നല്ല ഫ്രഷ് എയർ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്കൊരു ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ഈ പഞ്ചമഹാഭൂതമായിട്ട് നമ്മൾ അലിഞ്ഞു ചേർന്ന് ചെയ്യുന്നതും വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കയ്യ്, കാല് ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഒരു ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രത്ത് വർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് വയറിൻ്റെ ഒരു ട്വിസ്റ്റ് നമുക്ക് ചെയ്യാം. നമ്മൾ കാല് ഇതുപോലെ നീട്ടി വെക്കുക. ശേഷം നമ്മുടെ ഒരു കാല് മടക്കി വെച്ചിട്ട് ഈ ഒരു കാലിനെ നമുക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് സാധിക്കാത്തവർ അവർക്ക് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് നമ്മളുടെ കൈ കറക്റ്റ് നമ്മളുടെ ബാക്കിൻ്റെ ഈ ഒരു ലൈനിൽ തന്നെ ഈ കൈ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതൊന്ന് ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്താൽ നല്ലൊരു ട്വിസ്റ്റാണ്. അതിനുശേഷം സാവധാനം തിരിച്ചു വരിക. നമുക്ക് ഒന്നുകൂടി ഈ ഒരു ട്വിസ്റ്റിനെ കുറച്ചും കൂടി ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. അതേപോലെ തന്നെ തിരിച്ച് ഈ വശത്തും ചെയ്യുക. കാല് മടക്കി നമ്മളുടെ ഈ മുട്ടിൻ്റെ അതേ ലൈനിലായിരിക്കണം മറ്റേ പാദം വരേണ്ടത്. ഈ ഒരു കൈ നന്നായിട്ട് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു കൈ വച്ചിട്ട് ഇതിനെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് പിടിക്കുക, സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഒന്നുകൂടി ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട്
റിലാക്സ് ചെയ്യാം. അതിനുശേഷം വളരെ സ്ഥിതി പൊസിഷൻ, അതായത് നമ്മൾ ആ ഒരു ഇരിക്കുന്ന ആ ഒരു പൊസിഷനെ കറക്റ്റായിട്ട് എൻ്റെ റൈറ്റ് ഹിപ്പും ലെഫ്റ്റ് ഹിപ്പും ബാലൻസ്ഡ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ഇത് ചെയ്യുക. ചിലവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് അവർ ഇതായി പോവും, ഇങ്ങനെ ഇരുന്നു പോവും. അപ്പം നമ്മളുടെ നട്ടെല്ല് നിവർത്തി നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷനും ഒരു യോഗ ആസന തന്നെയാണ്. ശേഷം നേരെ ഒരു ദൂരെയുള്ളൊരു പൊസിഷനിലേക്ക് പോയിന്റിലേക്ക് നമ്മളുടെ ദൃഷ്ടി ഉറപ്പിച്ച് വളരെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെയിൻ വരുന്നുണ്ട്, നമ്മുടെ കാലിലൊക്കെ ഒരു സ്ട്രെച്ച് വരുന്നുണ്ട്. അതിനുശേഷം വളരെ സാവധാനം നമ്മളുടെ കാലിൻ്റെ ടോയിലൊന്ന് ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഈ ടോയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുമ്പോഴുണ്ടല്ലോ എല്ലാവരും എന്താ പറയുക, ആ ടോയിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും ഇതുപോലെ. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളുടെ ഹിപ്പ് നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഹിപ്പിലേക്ക് അതൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യുക ചെയ്യേണ്ടത്. ഇങ്ങനെ വളരെ സാവധാനം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വയറും അതുപോലെ തന്നെ ഹിപ്പും തൊടയും തമ്മിലുള്ള തൈസിലേക്ക് നമ്മളുടെ സ്റ്റൊമക്ക് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വളരെ സാവധാനം കൈകൾ റിലാക്സ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് പറ്റുന്നുള്ളൂ, കുഴപ്പമില്ല, അവിടെ വെച്ചാൽ മതി. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് ആഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ട്രാക്ഷൻ പോലെ ഭയങ്കര സുഖമാണ് ആ സ്ട്രെച്ച്. കാരണം ഈ ഒത്തിരി നേരം ഇരുന്ന് അല്ലെങ്കിൽ ഈ ബൈക്കിൽ ഒത്തിരി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അവർക്കൊക്കെ സെൽഫായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഐദർ അവർക്ക് രാത്രി ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, മുമ്പിലേക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു വലിച്ചിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം മുമ്പോട്ട് തന്നെ നോക്കുക. ശ്വാസം ദീർഘമായിട്ട് എടുത്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക. എക്സേൽ, പതുക്കെ തല താഴ്ത്തിക്കൊണ്ടുവരിക. വീണ്ടും കൈകൾ ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ശേഷം പറ്റുന്നവർക്ക് ഈ കാൽപാദത്തിൻ്റെ 2 സൈഡിലും സ്ട്രെച്ച് ചെയ്ത് പതുക്കെ തല ഈ മുട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇത് ഞാൻ റിസ്ക് എടുക്കാനായിട്ട് പറയില്ല, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യുക. ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് നമ്മളുടെ ആ ഉള്ള സുഖത്തിനെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. വളരെ സാവധാനം ഇങ്ങനെ ഇരുന്ന് മുമ്പിലേക്ക് സ്ട്രെച്ച് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ കിട്ടും. കഴുത്തിൻ്റെ സ്ട്രെയിനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചെയ്യുക. നമ്മൾ വളരെ സാവധാനം നമ്മളുടെ ഈ കാലിലേക്ക് തന്നെ, മുട്ടിലേക്ക് തന്നെ നമ്മളുടെ ദൃഷ്ടി പതിഞ്ഞ് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോർണിംഗിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ് നമ്മൾ സാവധാനം നമ്മളുടെ 2 കാലിലേക്കും നമ്മളുടെ പാദത്തിൽ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാദത്തിൽ ബാലൻസ് ചെയ്ത്, ഇതൊരു ബാലൻസിങ് പൊസിഷനാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? തൊടയുടെ സ്ട്രെച്ചിനും തൈസിൻ്റെ ഹെൽത്തിനും കാലിൻ്റെ കാഫ് മസിൽ സ്ട്രെങ്ത്തിനും ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു ടോ സിറ്റിംഗ് പൊസിഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുറച്ച് നേരം കുറച്ച് 10 സെക്കൻഡെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നോർമൽ ബ്രീത്തിങ്. ഈ ബ്രീത്തിങ്ങിനെ പറ്റി ഒന്നും ഒത്തിരി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹഠയോഗ, അതായത് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം ഹഠയോഗയാണ്. ഹഠയോഗത്തിൽ നോർമൽ ബ്രീത്തിങ് പാറ്റേൺ ആണ്. ഞാൻ ഹഠയോഗ ഫോർ ഹെൽത്താണ്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളെ ഹെൽത്തി ആക്കാം, എങ്ങനെ ആക്കാം, അല്ലാതെ ഇതിനകത്തുള്ള അഭ്യാസങ്ങളല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിന് എന്താണ് ആവശ്യം അത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് നേരെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ തൈസിനും കാഫ് മസിൽസിനും ഉള്ള സ്ട്രെങ്ത് നമ്മൾ വികസിപ്പിക്കണം. നമ്മളുടെ ടോസിൽ നമ്മളുടെ ശരീരത്തിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ ടോയ്ലറ്റ് പൊസിഷൻ, മാലാസനം എന്ന് പറഞ്ഞ ടോയ്ലറ്റ് പൊസിഷനിലേക്ക് നമ്മൾ വരിക. ഇത് നമുക്ക് ചിലവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് കൈ ഒന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. പറ്റുന്നവർക്ക് ഇതുപോലെ ബാലൻസ് ചെയ്ത്, ഇത് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു പോസ്റ്ററാണ്. കാരണം
നമ്മൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പെൽവിക് ഓപ്പണിംഗ് പോസുകൾ വളരെ നല്ല ഇതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഇത് വളരെ നല്ല യോഗ പോസ്റ്ററാണ്. അപ്പോൾ ഈ മോർണിംഗ് റൂട്ടീനിൽ ഇപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെഷൻ അല്ല, ഇത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഇത് വളരെ നല്ല യോഗാസനമാണ്. അതിനുശേഷം വളരെ സാവധാനം നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിലേക്ക്, ഒരു സുഖാസനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾക്ക് ഇന്നിപ്പോൾ ഈ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് സ്ട്രെച്ചസ് ആണ് ഞാൻ കാണിച്ചു തന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 എണ്ണം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രാവിലെ ഒരു എന്താ പറയുക, നമുക്ക് പ്രവർത്തിക്കാനും നമുക്കൊരു ഉന്മേഷം ആവാനും ഇത് ധാരാളം മതി. ഇനി ഈ ഒരു പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എൻ്റെ പ്രാണായാമ ട്യൂട്ടോറിയൽ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള പ്രാണായാമ കൂടി പ്രാക്ടീസ് ചെയ്താൽ നല്ലൊരു വർക്കൗട്ടായി നിങ്ങൾക്ക് മോർണിംഗിൽ തന്നെ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇതുപോലത്തെ ഒരു രസകരമായിട്ടുള്ള പ്രകൃതിയായിട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ യോഗ റൂട്ടീൻസ് വേറെ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് പറ്റാവുന്നതുപോലെ ഞാനിത് എല്ലാവർക്കും പഠിപ്പിച്ചു തരാം. ഓക്കെ.